വിനീത അനിലിൻ്റെ കേഗി പ്രകാശനം. ആദ്യം ഒരു 2 വാക്ക് കേഗിയെ കുറിച്ച്. ഞാനൊക്കെ BEdന് പഠിക്കുമ്പോൾ വളരെ പ്രഖ്യാതരായ 2 മനഃശാസ്ത്രജ്ഞരെ പഠിച്ചിരുന്നു. ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കാൾ ഗുസ്താവ് യുങ്, CG യുങ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡിൽ നിന്നാണ് ലോകത്തെ ഇന്നത്തെ മനഃശാസ്ത്രം രൂപപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ, പിന്നീട് നമ്മൾ യുങ്, CG യുങ് എന്ന് നമ്മൾ വിളിച്ച യുങ്ങിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഫ്രോയിഡ് അദ്ദേഹം ഭാരതം എന്ന ഈ രാജ്യത്തിൻ്റെ മനഃശാസ്ത്ര ചിന്തകളെ പാടെ അവഗണിച്ചപ്പോൾ CG യുങ് ചെയ്തത് ഭാരതീയമായിട്ട് മനഃശാസ്ത്രത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് നിരൂപണത്തിൽ നാം വായിക്കുന്നത്. ഞാൻ ഇത്രയും പറയാനൊരു കാരണമുണ്ട്. കേഗി എന്ന നോവൽ വാരണാസിയും ഭാരതവും ആത്മീയതയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മിസ്റ്റിക് നോവലിൻ്റെ രൂപത്തിലൂടെ വന്നിട്ട് ഗുജറാത്തിലെ, ഞാൻ ധരിച്ചു വെച്ചത് വഗേല എന്ന് പറയുന്നത് ഒരാളുടെ പേരായിരുന്നു. ഞാനൊരു ചരിത്രാധ്യാപകനാണ്. പക്ഷേ വഗേല എന്ന് പറയുന്നത് ശങ്കർ സിംഗ് വഗേല എന്നൊരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ തറവാട്ട് പേരാണ് വഗേല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ നോവൽ വായിച്ചപ്പോഴാണ് വഗേല എന്ന് പറയുന്നത് ഒരു മട്ടന്നൂരിലെ പെരിയച്ചൂർ എന്ന് പറയുന്നത് പോലുള്ള ഒരു ഗ്രാമമായിരുന്നു എന്നും ആ ഗ്രാമത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു എന്നും രാജ്ഞി ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ മനോഹരമായിട്ട് ഒരു പേജ് നമ്പർ 80 കഴിയുമ്പോഴേക്കും മലയാളത്തിലെ സുന്ദരമായ ഭാഷയിലൂടെ കേഗി ഒഴുകി നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് ഈ കേഗി. രചയിതാവ് വിനീത അനിൽ. പിന്നെ EP ജോൺസൺ സാറ് അറിയാം. അദ്ദേഹം ഹീസ് എ സ്പിരിച്വൽ മാൻ, ആത്മീയതയാണ്. അദ്ദേഹത്തിന് സാമൂഹ്യ സേവാ പുരസ്കാരം കാഞ്ഞങ്ങാട് വെച്ച് നമ്മൾ കൊടുത്തു. അതേപോലെ തന്നെ വിനീതയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല യുവ നോവലിസ്റ്റിനുള്ള പുരസ്കാരം. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തുചേരുന്ന ഈ ധന്യമായ വേദിയിൽ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ഈ പവിത്രമായ ചടങ്ങിന് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് EP ജോൺസൺ. പുസ്തകം പ്രകാശനം ചെയ്തത് EP ജോൺസൺ. സഹോദരങ്ങളെ, ഏവർക്കും സ്നേഹവന്ദനം. വിനീത അനിലിൻ്റെ ഈ കേഗി എന്ന പുസ്തകം പ്രകാശനം ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. കാരണം എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ തയ്യാറെടുപ്പ് വേളയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വിനീതയായിരുന്നു എന്ന് പറയാൻ ഓഫ് കോഴ്സ് നമ്മുടെ സുമാരഭാഷ ഞാൻ മറന്നിട്ടല്ല ഈ പറയുന്നത്. അപ്പോൾ അന്നും ഞാൻ അവരുടെ ആ കഴിവ് കണ്ടറിഞ്ഞതാണ്, തൊട്ടറിഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇനി ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കുവാനായിട്ട് വിനീതയ്ക്ക് അവസരം ലഭിക്കട്ടെ എന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ മാഷോട് പറഞ്ഞിട്ടുണ്ട്, കാരണം വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്യാവശ്യം പറഞ്ഞാൽ ആ സമയത്തിന് ചുരുക്കമുണ്ടെന്ന്. ഇനിയും അടുത്ത വർഷവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വിനീതയുടെ 1 or 2 പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങളത് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഗീത ചേച്ചിയുടെ പുസ്തകം ഞാൻ കണ്ടില്ല. പക്ഷേ അത് മത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ മത്തിന്. പക്ഷേ എന്തായാലും ആ പുസ്തകം വായിച്ചേ തീരുകയുള്ളൂ. ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ മോഹനേട്ടൻ ഇവിടെ ഉള്ളിടത്തോളം കാലം പുസ്തക പ്രകാശനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇനിയും ഉണ്ടാകട്ടെ അങ്ങയുടെ പുസ്തകങ്ങളെന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും പ്രത്യേകിച്ച് കൈരളി ബുക്സിന് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്. അടുത്തതായി സംസാരിക്കുന്നത് ശ്രീമതി ഗീത മോഹൻ. എല്ലാവർക്കും നമസ്കാരം. വിനീതയുടെ ഈ പുസ്തകം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരിയാണ്. ഞാൻ അവളെ എഴുത്ത് വായിച്ചിട്ടല്ല, ആ വ്യക്തിനെ കഴിഞ്ഞ പ്രാവശ്യം കാണുന്നത് ഇതുപോലെ ഒരു സ്റ്റേജിൽ 3 ആളുടെ പ്രകാശനം ഒന്നിച്ച് അല്ലേ, 3 ആളുടെ. അതിലെനിക്ക് പെട്ടെന്ന് വിനീത എന്ന എഴുത്തുകാരി, അവളുടെ സ്പീച്ച്, അതെല്ലാം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു ചുവന്ന ഡ്രസ്സാണ് തോന്നുന്നിട്ടത്. കുറേ പ്രകാശനം അന്ന് കഴിഞ്ഞിരുന്നു, പക്ഷേ ആളുടെ മുഖവും ഡ്രസ്സും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മഹാലക്ഷ്മിനെ കണ്ടു. അപ്പം പ്രകാശനം കഴിഞ്ഞ് മഹാലക്ഷ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എൻ്റെ പുസ്തകം മേടിച്ചിട്ടില്ലെങ്കിലും ചേച്ചി മേടിച്ച് വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, അതായത് സതി, പിന്നെ വിനീത ചേച്ചിയുടെ, അത് വായിക്കണം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് നമ്മൾ അത്യാവശ്യം മെസ്സഞ്ചറിൽ ഇപ്പം ഒരാഴ്ച മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഏറ്റുമണിക്കണമെന്ന്. എനിക്ക് ആദ്യം വിശ്വാസം വന്നില്ല, വേറെ എത്ര നല്ല വലിയ എഴുത്തുകാരുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ ഒരു ആഗ്രഹം, വളരെ സന്തോഷം, എല്ലാവരും വായിക്കപ്പെടട്ടെ. അടുത്തതായി അജിത് വണ്ടൂരിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം കൈരളി പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. പാലക്കാടിൻ്റെ ഗ്രാമങ്ങളെ OV വിജയൻ്റെ വായനയ്ക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ സാഹിത്യവുമായിട്ട് ഷാർജയിലേക്ക് എത്തിയിരിക്കുകയാണ്. അജിത് വള്ളേലി എന്ന ഞാൻ 3 വർഷമായിട്ട് പരിചയപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ്റെ സ്നേഹമുണ്ട്. കാരണം പുഞ്ചിരിയാണ്. കുട്ടികളെ ഇഷ്ടപ്പെടുന്നത് ചിരിക്കുന്നത് കൊണ്ടാണ്. കുട്ടി ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടിയുടെ കാര്യത്ത് പോയിട്ട് കവളൊക്കെ ഒന്ന് തൊട്ടു നോക്കി ചിരിക്കുന്നത്. ചിരിക്കാത്ത കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി. അജിത് വള്ളോലി എന്ന എഴുത്തിനെ, ഈ ചിരിക്കുന്ന കുട്ടിയെ ഈ പുസ്തകത്തിൻ്റെ ആശംസയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 3 സന്തോഷങ്ങളാണ് പ്രധാനമായിട്ടും. കേരളപ്പിറവി, ഷാർജ പുസ്തകമേളയുടെ ആദ്യ ദിനം. രണ്ടിനുപരി വ്യക്തിപരമായി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള, ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു സഹോദരി തുല്യയായ വിനീത ചേച്ചിയുടെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് കൂടിയാണ്. വിനീത ചേച്ചി പണ്ട് അളകനന്ദ എന്നുള്ള പേരിൽ ബ്ലോഗുകൾ എഴുതിയിരുന്ന കാലം മുതൽ തന്നെ ഞാൻ വായിക്കാറുണ്ട്. ശക്തമായ വിഷയങ്ങളെ, തീവ്രമായ മനുഷ്യ ജീവിത സാഹചര്യങ്ങളെ ലളിതവും സുന്ദരവുമായി അവതരിപ്പിക്കുന്ന എഴുത്തുശൈലി ഏറെ ഹൃദ്യമാണ്. വിനീത ചേച്ചി അവതരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ്. അവരുടെ ഞാൻ വാളയാറമ്മ ഭാഗ്യവതി എന്ന പുസ്തകം വായിച്ചവർക്ക് മനസ്സിലാവും. അതുപോലെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി സതി എന്ന് പറഞ്ഞ പുസ്തകം, ഹഷബ്സ് ടു കഥ പറയുന്ന കണ്ണുകൾ, ഇത്രയും പുസ്തകങ്ങളുടെ ഒരു കഥാകാരിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു എഴുത്തുകാരിയാണ്. വ്യക്തിപരമായും ഒരുപാട് അടുപ്പമുള്ള ഒരു സുഹൃത്തുമാണ് എൻ്റെ. വിനീത ചേച്ചിയുടെ കേകിക്ക് എല്ലാവിധ ആശംസകളും ഹൃദയത്തിനുള്ളിൽ നിന്ന് പറഞ്ഞുകൊള്ളുന്നു. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ വിനീത ചേച്ചിക്ക് ഇനിയും ഒരുപാട് വിഷയങ്ങൾ എഴുതുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട വിനീത അനിലിൻ്റെ മറുപടിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ ഒരു വാക്ക് സൂചിപ്പിക്കാൻ വിട്ടുപോയത് സതിയെക്കുറിച്ചിട്ടാണ്. സതി എന്ന നോവലിനാണ് കഴിഞ്ഞ വർഷം യുവ പുരസ്കാരം വിനീതയ്ക്ക് കിട്ടിയത്. സതിയെക്കുറിച്ചിട്ട് ഇത്ര മനോഹരമായിട്ട് പഠിച്ചിട്ട് ആ പാഠത്തിൻ്റെ ഒരു പിൻമുറ എന്ന രീതിയിലാണ് KG വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. ഒരു ഗവേഷണം നോവലിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ എല്ലാ പശ്ചാത്തലവും, വാരണാസിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെയും കഥയും ഞാൻ പറയാതിരിക്കാൻ കാരണം, നിങ്ങളേതായാലും പേജ് നമ്പർ 80 ശേഷം ഒന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ടേക്ക് 80 വരെ വായിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ആ നോവൽ തീരുന്നത് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും ഞാൻ ആശംസിക്കുകയാണ്, പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്ന ആശംസയോടുകൂടി വിനീത അനിൽ എന്ന കണ്ണൂർ ജില്ലയിലെ കേളകത്തിനടുത്ത് പേരാവൂരിലെ ഒരു സാധാരണ പെൺകുട്ടി മലയാള നോവലിൻ്റെ അഭിമാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ആശംസിച്ചുകൊണ്ട് കൈരളി ബുക്സിൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് വിനീത അനിലിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒരുപാടൊന്നും പറയാനില്ല. എൻ്റെ 7ാമത്തെ പുസ്തകമാണ് KG. കഴിഞ്ഞ സതിയാണ് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്തത്. ഇതിനു മുൻപുള്ള പുസ്തകങ്ങളൊക്കെ നാട്ടിൽ വെച്ചായിരുന്നു പ്രകാശന ചടങ്ങ്. ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്ത ഗീതേജിക്കും ജോൺ സാഡറിനും പ്രത്യേകം ഹൃദയം നിറഞ്ഞ സന്തോഷം, നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അജിത്ത് വിളിച്ച ഉടനെ തന്നെ വന്ന് ആശംസ പറഞ്ഞു. സുകുമാരൻ മാഷ്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഭർത്താവ്, അനിയൻ, ഫ്രണ്ട്സ്, സുഹൃത്തുക്കള്, വിളിച്ച എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ. ഒന്നാമത്തെ വിഷയം, ഞാൻ ഈ പ്രവാസിയല്ല, നാട്ടിലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ബന്ധങ്ങൾ കുറവാണ്. എന്നാലും
ഒരുപാട് പേര്, ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പേര് വന്ന് ഇത്രയും സന്തോഷത്തോടെ ഇത്രയും സമയം കേട്ടിരുന്നു. എല്ലാവരും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. നന്ദി. എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ.